ഹായ് നാസർ സാർ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തിനെ കുറിച്ചാണ്? അമിനിയിൽ വെച്ച് അത്ലറ്റിക് അസോസിയേഷൻ സംഘടിപ്പിച്ച ജൂനിയർ അത്ലറ്റിക് മീറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. മറ്റേ അത്ലറ്റിക് മീറ്റിൻ്റെ വിശദ വിവരങ്ങളുമായി അത്ലറ്റ് കോച്ച് ജവാസ് സാർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ പ്ലീസ്. സാർ. ലക്ഷദ്വീപിലെ അമിനിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പുതുചരിതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിലെ ആദ്യത്തെ 400 മീറ്റർ ട്രാക്ക്, അതിൽ ഇൻ്റർ ഐലൻഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്, അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ തന്നെ ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ലക്ഷദ്വീപ് അത്ലറ്റിക്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ അമിനി അത്ലറ്റിക്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുകയുണ്ടായി. 4-ാം തീയതി മുതൽ ഇന്നലെ 6-നാണ് ജൂനിയർ മീറ്റ് അവസാനിച്ചത്. ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജൂനിയർ മീറ്റ്, അതും 8 കാറ്റഗറികളിലായി. അണ്ടർ 14, അണ്ടർ 16, അണ്ടർ 18 ആൻഡ് അണ്ടർ 20, ബോയ്സ് ആൻഡ് ഗേൾസ്, അങ്ങനെ 8 കാറ്റഗറികളിലായിട്ടാണ് മത്സരങ്ങൾ നടന്നത്. ഏതാണ്ട് 71ഓളം മത്സര ഇനങ്ങളാണ് നടന്നത്. ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം മത്സരങ്ങൾ അത്ലറ്റിക്സിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നുള്ളതും, അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ചരിതങ്ങളാണ് ലക്ഷദ്വീപിൽ, പ്രത്യേകിച്ച് ലക്ഷദ്വീപ് അത്ലറ്റിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലക്ഷദ്വീപ് ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആന്ത്രോത്ത് 333 പോയിൻറ്റുകൾ നേടിക്കൊണ്ട് ഈ പ്രഥമ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൻ്റെ ചാമ്പ്യന്മാരായിരിക്കുന്നു. 2-ാം സ്ഥാനത്ത് അമിനിയും 3-ാം സ്ഥാനത്ത് അഗത്തിയുമാണ്. വിവിധ ദ്വീപുകളിൽ നിന്നും 30ഓളം കായിക താരങ്ങളാണ് ഓരോ ദ്വീപിൽ നിന്നും പങ്കെടുത്തത്. ഏതാണ്ട് 150-ൽ പരം അത്ലറ്റുകളാണ് ഈ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ഈ ചാമ്പ്യൻഷിപ്പ് വളരെ വിജയകരമായിട്ടാണ് ഇന്നലെ പര്യവസാനിച്ചത്. താങ്ക് യു സാർ, താങ്ക് യു.